മിന്നുകെട്ട് ഭാഗം 44. രചന അവതരണം ദിവ്യരാജ്. അവൻ അടുത്തേക്ക് വരുന്നവളെ തന്നെ ഉറ്റുനോക്കി നിന്നു ഇസഹാക്ക്. അവളുടെ കണ്ണുകളിലെ പിടപ്പ് കാണെ എന്തോ തന്നോട് പറയാനുണ്ടെന്ന് മനസ്സിലായിരുന്നു അവന്. ഇച്ചായ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അവനെ നോക്കാതെ ദൂരത്തേക്ക് നോക്കിക്കൊണ്ടവൾ പറഞ്ഞതും. അതിനെന്നാത്തിനാ അമ്മു ഒരു മുഖവുരയൊക്കെ? നിനക്കെന്നതേലും പറയാനുണ്ടേൽ പറഞ്ഞോ. ഇരു കൈയും മാറിൽ പിണഞ്ഞു കെട്ടിക്കൊണ്ട് അവളെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നവൻ. ഇച്ചായ, ഞാൻ ആനിയുടെ കാര്യം പറയാനാ വന്നത്. രാവിലെ സോഫി ആൻറ്റി പറഞ്ഞ ആ ചെക്കനെ അവൾക്കിഷ്ടമല്ല. അവൾക്കിഷ്ടം എബിച്ചായനെയാ. ചെറിയൊരു പരിഭ്രമത്തോടെയാണ് അവളത് പറയുന്നതെന്ന് സംസാരത്തിൽ നിന്നും മനസ്സിലായി ഇസഹാക്കിന്. അറിയാം. മുഖത്ത് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ പറയുമ്പോഴും അവനെ അമ്പരന്ന് നോക്കി നിന്നു അമ്മാളു. ഇച്ചായന് അറിയായിരുന്നോ? എബി എന്നോടെല്ലാം പറയാറുണ്ട്. അത് കേട്ടതും കണ്ണുകൾ മിഴിഞ്ഞു വന്നവളുടെ. അപ്പോ ഇച്ചായന് പറഞ്ഞുകൂടായിരുന്നോ എബിച്ചായനോട് ആനിയെ വിവാഹം കഴിക്കാൻ? പാവല്ലേ അവള്. വലിയ കരച്ചില എബിച്ചായനെ മറക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞ്. അത് കാണുമ്പോൾ എനിക്ക് സങ്കട. മുഖം ചുളിച്ചത് പറയുമ്പോൾ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു ഇസഹാക്ക്. എനിക്കും സങ്കട. എന്നോട് നീ പിണങ്ങി നടക്കുന്നേ കൊണ്ടേ. ആദ്യം അതിനൊരു തീരുമാനമുണ്ടാവട്ടെ, എന്നിട്ട് ആനിയുടെ കാര്യം തീരുമാനിക്കാം. എന്തേ, അതുപോലെ? പിരികമുയർത്തിക്കൊണ്ട് അവളെ നോക്കി ഇസഹാക്ക് കള്ളച്ചിരിയോടെ. നിങ്ങൾക്കിപ്പോ വേദന തോന്നാല്ലേ? ഞാനും ഇതുപോലെ, അല്ലെങ്കിൽ ഇതിലുമേറെ വേദന സഹിച്ചതാ. ഞാൻ കൂടെയുള്ളത് നിങ്ങൾക്ക് വീർപ്പ് മുട്ടലല്ലേ? സമാധാനത്തോടെ ജീവിക്ക്. അതാ മാറുത്തുന്നത്. കണ്ണുകൾ നിറച്ചുകൊണ്ട് അത് പറഞ്ഞതേ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചവളെ. ഇച്ചായ, വേണ്ട, എനിക്ക് പോണം. വാശിയോടെ അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് പുറത്തേക്ക് നടന്നവൾ. അമ്മു, ക്ഷമിച്ചുകൂടെ ഇച്ചായനോട് ഈ ഒരൊറ്റ തവണത്തേക്ക്? പിന്നിൽ നിന്നും വിളിച്ചു ചോദിച്ചതും. നിങ്ങളോട് ഞാൻ ഇതുപോലെ പലതവണ ചോദിച്ചതല്ലേ? അപ്പോഴൊന്നും ക്ഷമിച്ചില്ലല്ലോ. ഇപ്പോ ഞാൻ ക്ഷമിക്കണമല്ലേ? ഇല്ല, ക്ഷമിക്കാൻ പറ്റില്ല. പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു താഴേക്ക് നടന്നു. ഈ പെണ്ണ് വാശിയ. ചെറുചിരിയോടെ പെറുപിറുത്തവൻ. രാത്രി അത്താഴം കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചിരുന്നു. ജോൺ കുറച്ചു മുന്നേ ലോറൻസ് ഇച്ചായൻ വിളിച്ചിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞു. നിനക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ? അവരത് ചോദിച്ചതേ കഴിച്ചത് നിറുകിൽ കയറി ചുമയ്ക്കുന്നുണ്ടായിരുന്നു ഇസഹാക്ക്. എന്നതാ ജോണെ, ഈ വെള്ളം കുടിക്ക്. ഒരു ഗ്ലാസ് വെള്ളം അവന് നേരെ നീട്ടി സോഫി. പെട്ടെന്ന് അത് വാങ്ങി വെപ്രാളത്തോടെ കുടിച്ചിരുന്നവൻ ആനിയെ നോക്കുമ്പോൾ കണ്ണൊക്കെ നിറച്ച് ഇപ്പോ കരയുമെന്ന കണക്കിന് ഇരിപ്പുണ്ട്. മമ്മി, എന്തിനാ വാക്ക് കൊടുക്കാൻ പോയത്? അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞതല്ലയോ? ഇസഹാക്ക് അത് പറയുമ്പോൾ ചെറുതായൊന്ന് പുഞ്ചിരിച്ചവർ. നീ തന്നെയല്ലേ ജോണെ രാവിലെ പറഞ്ഞത് ആ ചെക്കൻ നല്ല പയ്യനാന്ന്? ആനിക്കും എതിർപ്പൊന്നുമില്ല. പിന്നെന്നാ? ചോദ്യഭാവത്തിൽ അവനെ നോക്കിയവർ. എന്നാലും ഇത്ര പെട്ടെന്ന്, അതും എടുപിടിയെന്നൊക്കെ? ഇസഹാക്ക് അവരെ നോക്കി. എൻ്റെ ജോണെ, നീ അതേപ്പറ്റി ഓർത്ത് ടെൻഷൻ ആവണ്ട. കല്യാണത്തിന്റെ സർവ്വ ചിലവുകളും നമുക്ക് ഇവന്റ് മാനേജ്മെന്റുകാരെ ഏൽപ്പിക്കാം. അതുപോരെ? മമ്മി, അത് പിന്നെ, എന്നാലും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇസഹാക്ക് പരിങ്ങലോടെ പറഞ്ഞതും. ഇനി ഇതിലൊന്നും ആലോചിക്കാനില്ല. ഞായറാഴ്ച അവര് ആനിമോളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ബാക്കി അന്നേരം ചോദിക്കുകയും പറയുകയും ചെയ്യാം. ചിരിയോടെ പറഞ്ഞതും ആകെ പെട്ടതുപോലെ അമ്മുവിനെ നോക്കി ഇസഹാക്ക്. അവളവനെ കൂർപ്പിച്ചു നോക്കി നിൽക്കുക മാത്രം ചെയ്തു. രാത്രി ആനിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അമ്മാളു കാണുന്നത് കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് കരയുന്ന ആനിയാണ്. വല്ലാത്ത വേദന തോന്നി അവൾക്ക്. ആനി, കരയല്ലേ. പോട്ടെ, എന്തായാലും നടക്കേണ്ടതേ നടക്കൂ. ഇനി അതുമോർത്ത് കരയല്ലേ. അവളുടെ നെറുകിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. അമ്മു, എങ്ങനെ സമാധാനപ്പെടും? എനിക്ക് എബിച്ചായനില്ലാതെ പറ്റില്ലാടി. കരച്ചിലോടെ പറഞ്ഞുകൊണ്ടിരുന്നവൾ. നീ ഇങ്ങനെ വിഷമിക്കണ്ട. എന്തായാലും അവര് വന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ. അന്നേരം നിനക്കിഷ്ടമായില്ലെങ്കിൽ അതും പറഞ്ഞൊഴിയാമല്ലോ. അമ്മു അവളെ സമാധാനിപ്പിച്ചു. ഇത് തന്നെ നടക്കുമെന്നാ തോന്നുന്നേ. മമ്മി എല്ലാം ഉറപ്പിച്ച മട്ട. ഇച്ചായൻ പറഞ്ഞിട്ട് കൂടി മമ്മി തീരുമാനം മാറ്റിയില്ലല്ലോ. ഓ, നിന്റെ ഇച്ചായന്റെ കാര്യമൊന്നും പറയണ്ട. നിനക്ക് എബിച്ചായനെ ഇഷ്ടമാന്ന് ഇച്ചായൻ അറിയായിരുന്നു. എന്നിട്ടും ആരോടും ഇതേപ്പറ്റി പറഞ്ഞില്ലല്ലോ. ദേ, ഈ എന്നോട് പോലും. ഞാനെങ്ങാനും എന്തേലും പറയാതെ മറച്ചു വെച്ചിരുന്നേല. ചതി, ചെറ്റത്തരം, പിന്നെ എന്താ, വിശ്വാസവഞ്ചന.
പറഞ്ഞു കഴിഞ്ഞ് ആനിയെ നോക്കുമ്പോൾ കണ്ണും തള്ളി ഇരിപ്പുണ്ട്. എന്താന്ന് കണ്ണുകൊണ്ട് ചോദിച്ചപ്പോൾ വാതിലിലേക്ക് നോക്കാൻ ആംഗ്യം കാട്ടിയവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ അമ്മാള് കാണുന്നത് കൈ രണ്ടും മാറിൽ പിടഞ്ഞു കെട്ടി ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്നവനെയാണ്. അവന്റെ നോട്ടം കണ്ടതേ അമ്മ ഉരുകിയൊലിച്ച് ഇല്ലാതായിപ്പോയി. കഴിഞ്ഞോ പരദൂഷണം? അവളെ ഒന്ന് ആക്കി ചോദിച്ചതും. ഞാൻ പരദൂഷണമല്ലല്ലോ പറഞ്ഞേ, സത്യമല്ലേ? മുഖം തിരിച്ചു പറഞ്ഞുകൊണ്ട് പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി പോവാൻ തുടങ്ങി. ഇസഹാക്ക് കൈ നീട്ടി അവളെ തടഞ്ഞിരുന്നു. അവിടെ നിൽക്ക്, പറയാൻ വന്നതൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി. അവളെ ഒന്ന് ഇരുത്തി നോക്കിയവൻ എനിക്ക് പോണം, നല്ല ക്ഷീണുണ്ട്, കിടക്കണം. അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. പൊട്ടിയ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ആനിയുടെ അടുത്തേക്ക് നടന്നവൻ കരഞ്ഞു കലങ്ങിയ അവളുടെ കണ്ണുകൾ കാണെ വല്ലാത്ത ദുഃഖം തോന്നി ഇസഹാക്കിന്. അടുത്തേക്ക് ചെന്ന് അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചവൻ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതേ കണ്ണുകൾ തുളുമ്പിയിരുന്നവളുടെ. ഇച്ചായ, എനിക്ക് പറയാനാകാതെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. അറിയാം മോളെ, എബിയെ ഇഷ്ടമായിരുന്നു എന്ന്. മോള് കരയല്ലേ? ഞാൻ മമ്മിയോട് ഒന്നുകൂടി സംസാരിക്കട്ടെ. ഈ വിവാഹത്തിന് മമ്മി വാക്ക് കൊടുത്തു പോയതല്ലേ, ഇനിയിപ്പോ മാറ്റുമോ എന്നുകൂടി അറിയാൻ പാടില്ല. എന്നതായാലും അവര് വന്ന് കണ്ടേച്ചു പോട്ടെ. ലോറൻസ് ഇച്ചായനോട് അന്നേരം സംസാരിക്കാം. ഇച്ചായനല്ലയോടായി പറയുന്നേ, വിശ്വസിക്കേ. അവളുടെ കവിളിൽ തട്ടി പറഞ്ഞതേ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടിയവൾ. ദിവസങ്ങൾ ഒരു മാറ്റവുമില്ലാതെ കടന്നുപോയി. അമ്മുവിന് ഇസഹാക്കിനോടുള്ള പിണക്കത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അവളുടെ അവഗണനയിൽ വേദന തോന്നാറുണ്ടെങ്കിലും ദിവസവും എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ആരും കാണാതെ അവളെ ചെന്ന് കാണുന്നതും കുഞ്ഞിനോട് സംസാരിക്കുന്നതും പതിവായി തുടർന്നുകൊണ്ടേയിരുന്നു. പാലേക്കുന്നിൽ വിവാഹത്തിന്റെ തയ്യാറെടുപ്പുകളിലാണ് ബദ്രിയും ജോസഫും ജെയ്സണും. വിവാഹ ആവശ്യങ്ങൾക്ക് പിന്നാലെ ഓടി നടപ്പായിരുന്നു മൂവരും. ജെയ്സൺ ജാനറ്റിന്റെ വിവാഹം പ്രമാണിച്ച് ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്നതായിരുന്നു. അന്നത്തേതിൽ എഡ്ഡി ആ ഫ്ലാറ്റിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. കമ്പനിയുടെ അധികാര സ്ഥാനത്തു നിന്നും ഇസഹാക്ക് അവനെ ഒഴിവാക്കിയില്ലെങ്കിലും അവനോട് ചെയ്തതൊക്കെ ഓർത്തുള്ള കുറ്റബോധം കാരണം കമ്പനികളിലേക്ക് പോകാറില്ലപ്പോൾ. ഏകാന്തതയെ കൂട്ടുപിടിച്ച് സ്വയം ശിക്ഷ അനുഭവിക്കുകയായിരുന്നു അവൻ. ആനിയെ പെണ്ണ് കാണാൻ ലോറൻസിന്റെ മകൻ സ്റ്റീവോ വരുന്നതിന്റെ തലേന്ന് രാത്രി എത്ര നേരം കണ്ണുമടച്ച് കിടന്നിട്ടും ഉറങ്ങാൻ കഴിയാതെ കരഞ്ഞു തീർക്കുകയായിരുന്നു അവൾ. അതേ അവസ്ഥ തന്നെയായിരുന്നു ഇസഹാക്കിന്റെയും. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടിലുള്ള സോഫിയയുടെ പെരുമാറ്റം തെല്ലൊന്നും ഭയപ്പെടുത്തി രണ്ടുപേരെയും. എബി ഇടയ്ക്കിടെ അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ടായിരുന്നു. വെറുതെ തമാശയ്ക്കായിട്ട് ഉള്ളിലെ ഇഷ്ടം മറച്ചുവെച്ച് അവളെ ശുണ്ഠി പിടിപ്പിച്ചതാണ്. ഇന്നിപ്പോ അവൾ മറ്റൊരുവന്റേതാവുന്നത് ഓർക്കാൻ കൂടി കഴിയുന്നില്ലടാ ജോണെ. അവന്റെ വാക്കുകൾ ഓർക്കവേ വല്ലാത്ത ദുഃഖം തോന്നി ഇസഹാക്കിന്. ഇസഹാക്ക് രാത്രി ആനിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. മെല്ലെ ചെന്ന് വാതിൽ തട്ടിയ ഉടനെ അവൾ പുറത്തേക്ക് വന്നു. മുഖമൊക്കെ ചുവന്ന് കൺപോളകൾ വീർത്തിരിക്കുന്നത് കണ്ടതേ വല്ലാത്ത ദുഃഖം തോന്നി അവന്. നേർത്തൊരേങ്ങലോടിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നവൾ അന്നേരം, ഇച്ചായ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നാം. പുലരുന്നതിനു മുന്നേ മരിച്ചു പോകും ഞാൻ. അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കരയാൻ തുടങ്ങിയവൾ. അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ കുഴങ്ങി ഇസഹാക്ക്. എന്റെ മോളെ, നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നെഞ്ചു നീറ്റല്ലേടി. നീ മാത്രമല്ല, അവനും ഏതാണ്ട് ഈ അവസ്ഥയില. പരുങ്ങലോടെ ഇസഹാക്ക് അത് പറയുമ്പോൾ അമ്മരന്ത് മുഖമുയർത്തി നോക്കിയവൾ. ആ എടി മോളെ, അവനും നിന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ നിന്നെ ഒന്ന് വട്ടം ചുറ്റിക്കാൻ വേണ്ടിയ ഇഷ്ടമല്ലെന്ന് നിന്നോട് പറഞ്ഞതേ, അല്ലാതെ ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നുമല്ലടി. ഇസഹാക്ക് അത് പറയുമ്പോൾ കണ്ണു മിഴിച്ച് നോക്കി നിൽപ്പുണ്ടായിരുന്നവൾ. ഒരുപാട് വൈകിപ്പോയെന്ന് പറഞ്ഞേക്കിച്ചായ എബിച്ചായനോട്. ഇത്രയും കാലം പിന്നാലെ നടന്നപ്പോൾ ഒരു തവണ എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നില്ലല്ലോ. അവഗണിച്ചിട്ടില്ലേയുള്ളൂ. നമ്മൾ ജീവനെ പോലെ സ്നേഹിക്കുന്ന ആള് നമ്മളെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന വേദന പറഞ്ഞു വിവരിക്കാൻ കഴിയില്ല ഇച്ചായ. അത് ഞാൻ ഒരുപാട് അനുഭവിച്ചതാ. അത്രയും വേദന തോന്നില്ലായിരിക്കും എബിച്ചായന്. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ആനി. ഈ പ്രപ്പോസലിന് മമ്മി സമ്മതം അറിയിച്ചപ്പോൾ മുതൽ കരച്ചിലും പിഴിച്ചിലുമാ ചെക്കൻ. കളിച്ച് കളിച്ച് കൈവിട്ട് പോയല്ലോടാന്നും പറഞ്ഞേ. ഞാൻ എന്നാ പറയാനാ, മമ്മി തീരുമാനിച്ചുറപ്പിച്ച പോലെയാ. എന്നതായാലും നാളെ കൂടി കഴിയട്ടെ, മമ്മിയോട് ഇതേപ്പറ്റി സംസാരിക്കാം. അഥവാ ഇനി കൊടുത്ത വാക്ക് മാറ്റാൻ പറ്റുകയില്ലാന്നോ മറ്റോ പറയുവാണെങ്കിൽ സ്റ്റീവോയോട് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ പറയാം. മോള് ഒന്നും ഓർത്ത് വേദനിക്കരുത്. ഒരു ദീർഘനിശ്വാസത്തിനപ്പുറേ അവനത് പറയുമ്പോൾ അതേന്ന് തലയാട്ടിയിരുന്നവൾ തിരികെ റൂമിലേക്ക് വരുന്നതിന് മുന്നേ കത്രീനാമ്മയുടെ റൂമിലേക്കൊന്ന് പാളി നോക്കിയവൻ.
പതിവ് പോലെ അമ്മ നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതേ ചുണ്ടുകളിൽ ചെറുചിരി വിടർന്നു. ഈ സമയം ആനി പറഞ്ഞതായിരുന്നു അവന്റെ മനസ്സിലേക്ക് വന്നത്. നമ്മൾ ജീവനെ പോലെ സ്നേഹിക്കുന്ന ആള് നമ്മളെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന വേദന പറഞ്ഞു വിവരിക്കാൻ കഴിയില്ല ഇച്ചായ. ഓർക്കവേ ഹൃദയഭാരം നിറഞ്ഞവനിൽ. നേരാ ആനി പറഞ്ഞത്. അമ്മ എന്നോട് പിണങ്ങിയിരിക്കുന്നത് കൂടി വേദനയുളവാക്കുന്നു. ഈ പിണക്കം നീണ്ടുപോവില്ല എന്നറിയാം. എങ്കിലും അവള് കൂടെയില്ലാത്തത് എന്നെ ഒരുപാട് നോവിക്കുന്നു. അപ്പോ ഞാൻ അവളെ ഒറ്റപ്പെടുത്തിയപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും കുത്തുവാക്കുകൾ കൊണ്ട് കീറിമുറിച്ചപ്പോഴും എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും അവൾക്ക്. ഓർക്കവേ നെഞ്ചൊന്ന് പിടഞ്ഞു ഇസഹാക്കിന്. പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് നെറുകിൽ ചുണ്ടുകൾ അമർത്തുമ്പോൾ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ നീർത്തുള്ളികളും അവളുടെ കവിളിൽ പതിച്ചിരുന്നു. ഒന്ന് കുറുകിക്കൊണ്ട് പെണ്ണ് തിരിഞ്ഞു കിടന്നതും പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങി. ചെവിയിൽ ആരുടെയോ പിടുത്തം വീണതും ഉള്ളൊന്ന് കാളി. ഡാ ചെക്ക, പെമ്പ്രനോത്തിയെ കാണാൻ കള്ളനെ പോലെയാണോടാ വരവ്? കന്നാലി, അതിയാന്റെ അതേ കുലത്തിലുള്ളതല്ലേ? ഇങ്ങനെ ആയില്ലേലെ അതിശയമുള്ളൂ. അവന് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി കത്രീനാമ്മ പറഞ്ഞതും കള്ളം പിടിക്കപ്പെട്ട പോലെ ചമ്മിയ ചിരിയോടെ അവരെ മുഖമുയർത്തി നോക്കി ഇസഹാക്ക്. അവനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് മൂളി വിട്ടു. 2-4 ദിവസം കൊണ്ട് കാണുക പതുങ്ങി പതുങ്ങി വന്ന് പെണ്ണിനെ കണ്ടേച്ചും പോകുന്നത്. ഏതുവരെ പോകുമെന്ന് നോക്കുമായിരുന്നേ. ഇന്നിപ്പോ അവളെ കൂടി വിളിച്ചുണർത്താം അല്ലയോ? ചിരിയോടെ ചോദിച്ചതും ഉയ്യോ, ചതിക്കല്ലെൻ്റെ കത്രിക്കുട്ടിയെ. പെണ്ണ് അറിയുവാണേൽ പിന്നെ നാളെ മുതൽ വേണമെങ്കിൽ വാതിൽ ലോക്ക് ചെയ്യും. പിന്നെ ആകെ കൂടി കിട്ടുന്ന ഈ ദർശന സുഖവും ഇല്ലാണ്ട് പോവും. കുസൃതിയോടെ പറഞ്ഞതും ഒന്ന് പോടാ ചെക്ക, എൻ്റെ മോള് പാവവാ. നിന്നെ പോലെ കടുംപിടുത്തമൊന്നുമില്ലതിന്. അവളെ നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു. ഏയ് ഒട്ടുമില്ല. അതല്ലയോ ഒരു കരയ്ക്കടുപ്പിക്കാതെ എന്നെ ഇങ്ങനെ പാത്തും പതുങ്ങിയും വരേണ്ടി വരുത്തുന്നത്. കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിയവൻ. രാവിലെ സോഫിയെ കൊണ്ടുകൊടുത്ത ലാച്ച എണിയുകയായിരുന്നു ആനി. മനസ്സൊക്കെ മരവിച്ച പോലെയായി. എബിച്ചായനെ മനസ്സിൽ വെച്ച് മറ്റൊരാൾക്ക് മുന്നിൽ കഴുത്ത് നീട്ടേണ്ടി വരരുതേ മാതാവേ എന്ന് മാത്രം ചിന്തിച്ചു. സമയം ഏതാണ്ടടുത്തതും ഇസഹാക്ക് താഴേക്ക് വന്നിരുന്നു. മുറ്റത്ത് എബിയുടെ കാർ വന്നു നിന്നതും അമ്പരപ്പൊടവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും എബിയും ഇറങ്ങിയപ്പോൾ മറ്റു ഡോറുകൾ തുറന്നു അവന്റെ പപ്പ കുരുവിളയും അമ്മ അന്നയും ഇറങ്ങി വന്നു. അവരെ കണ്ടതും നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കി നിന്നു ഇസഹാക്ക്. എബിയുടെ മുഖത്ത് നല്ല ദുഃഖമുണ്ട്. പക്ഷെ പുറത്ത് കാട്ടാതിരിക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ടവനെന്ന് മനസ്സിലായി. ജോണേ, എന്നതാടാ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ മിഴിച്ചു നിൽക്കുന്നത്? അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് കുരുവിള ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല അങ്കിൾ. അത് പിന്നെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ രണ്ടാളെയും കണ്ടപ്പോൾ അതാ പരുങ്ങലോടെ പറഞ്ഞതും. ആനി മോളെ കാണാൻ അവരൊക്കെ വരുമ്പോൾ കാരണവരുടെ സ്ഥാനത്ത് ആരെങ്കിലുമൊക്കെ വേണം. അതുകൊണ്ട് എന്നോടും ഇവളോടും വരണമെന്ന് പറഞ്ഞതേ സോഫിയയാ. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കയറിപ്പോയി. വാടിയ മുഖവുമായി കയറി വരുന്ന എബിയെ ദയനീയതയോടെ നോക്കി ഇസഹാക്ക്. ഡാ ജോണേ, ഞാൻ വരണില്ല എന്ന് പലവട്ടം പറഞ്ഞതാടാ. അപ്പന് കൈവേദനയാ പോലും ഡ്രൈവ് ചെയ്യാൻ മേലാന്ന്. അവളെ വേറൊരുത്തൻ പെണ്ണ് കാണാൻ വരുന്നത് കണ്ട് നിൽക്കാൻ വയ്യടാ. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്ന് മുങ്ങാനും ഒക്കുകയില്ല. ആകെ പെട്ടുപോയി. ദുഃഖത്തോടെ പറഞ്ഞതും ഇസഹാക്ക് അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. തുടരും.